ഹായ് സുഹൃത്തുക്കളെ, ഗീതു സ്റ്റോറിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഷീബ. ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ പള്ളിയിലെ പേരാണ് ഷീബ. ഇപ്പോൾ എന്നെ എല്ലാവരും കല്യാണി എന്നാണ് വിളിക്കുന്നത്. ഒരു ഹിന്ദു പേര്. ആ പേര് എനിക്ക് എങ്ങനെ കിട്ടി എന്നാണ് ഈ കഥയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. എൻ്റെ അപ്പൻ പള്ളിയിലെ കപ്പ്യാരാണ്. അലക്സാണ്ടർ എന്നാണ് പേര്. അലക്സേട്ടൻ എന്നെല്ലാവരും വിളിക്കും. പള്ളിയിലെ വിശേഷങ്ങൾക്കെല്ലാം എൻ്റെ അപ്പനാണ് ഭക്ഷണം റെഡിയാക്കുന്നത്. അപ്പനെ എല്ലാത്തിനും സഹായിക്കുന്ന അപ്പൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. ബാബു എന്നാണ് പേര്. ആള് ഒരു ഓട്ടോ ഡ്രൈവറാണ്. മാർക്കറ്റിൽ നിന്ന് പച്ചക്കറിയും മറ്റ് സാധനങ്ങളും കൊണ്ടുവരുന്നത് ബാബുവേട്ടനാണ്. അന്ന് എനിക്ക് 22 വയസ്സായി. എൻ്റെ പിറന്നാളാണ്. അന്ന് തന്നെയാണ് പള്ളിയിലെ പെരുന്നാളും. പള്ളി പെരുന്നാളിന് മുമ്പുള്ള ധ്യാനം നടക്കുകയാണ്. ധ്യാനം കഴിഞ്ഞ് സദ്യയുണ്ട്. അപ്പോൾ സദ്യയുടെ മേൽനോട്ടമെല്ലാം 8 മണിയായപ്പോഴേക്കും വീട്ടിലുണ്ടാക്കി. അവിടെ വെച്ചിരുന്ന അച്ചാറും മറ്റ് കറികളും എല്ലാം എടുക്കാൻ ബാബുവേട്ടൻ വന്നു. ഞാൻ റൂമിൽ വിഷമിച്ചിരിക്കുകയാണ്. കുറച്ച് സങ്കടത്തിലാണ്. കാരണം എൻ്റെ പിറന്നാളാണ്. കേക്ക് മുറി ഒന്നുമില്ല. പള്ളി പെരുന്നാളിന് പോയി എന്തെങ്കിലും വാങ്ങാമെന്ന് വെച്ചാൽ കയ്യിലാണെങ്കിലും 10 പൈസയുമില്ല. അപ്പോഴാണ് അമ്മയുടെ വിളി വന്നത്. മോളെ, നീ ഇങ്ങോട്ടൊന്ന് വന്നേ. ബാബുവേട്ടൻ സാധനങ്ങളെല്ലാം എടുക്കാൻ വന്നിട്ടുണ്ട്. സ്റ്റോർ റൂമിന്റെ താക്കോൽ അപ്പന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ മറന്നുപോയി. മോളൊന്ന് പോയി മേടിച്ചോണ്ട് വരാമോ? എനിക്ക് നല്ല ദേഷ്യം വന്നു. ഞാൻ അമ്മയോട് ചോദിച്ചു, ആളിപ്പോൾ അപ്പന്റെ അടുത്ത് നിന്നല്ലേ വരുന്നത്? പോരാത്തതിന് ഓട്ടോയുമുണ്ട്. 1/2 കിലോമീറ്റർ ദൂരമല്ലേ ഉള്ളൂ. ഓട്ടോയുമായി പോയാൽ പെട്ടെന്ന് എടുത്തുകൊണ്ട് വരാമല്ലോ. ഞാൻ തന്നെ പോകണോ? സോറി മോളെ, ഞാൻ മറന്നുപോയി. രാവിലെ തൊട്ട് ഓരോ കാര്യങ്ങൾക്ക് ഓടുകയല്ലേ. വയ്യാണ്ടായി. ഇനി ഓട്ടോയുമായി അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെയാണെങ്കിൽ നല്ല തിരക്കാണ്. നിറയെ ആളുകളും വണ്ടികളും എല്ലാം ഉണ്ട്. മോളൊന്ന് പോയിട്ട് വാ, ബാബുവേട്ടൻ പറഞ്ഞു. എനിക്ക് പോവാൻ നല്ല മടിയായിരുന്നു. അവിടെ ചെന്നിട്ട് മാലയും കമ്മലും വളയും എല്ലാം കാണുമ്പോൾ കൊതിയാവും. വാങ്ങാനാണെങ്കിൽ കയ്യിൽ പൈസയുമില്ല. ഞാൻ പരമാവധി ഒഴിഞ്ഞു മാറാൻ നോക്കി. അപ്പോഴാണ് ബാബുവേട്ടൻ കുറച്ച് പൈസ എടുത്തു തന്നിട്ട്, മോളെ നീ ഒന്ന് പോയിട്ട് വാ, നിനക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ മേടിച്ചോ. അത് കണ്ടതും എനിക്ക് സന്തോഷമായി. പക്ഷെ ഞാൻ പൈസ വാങ്ങാൻ മടിച്ചു. പെട്ടെന്ന് അമ്മ പൈസ മേടിച്ച് എൻ്റെ നേർക്ക് നീട്ടി. മോളെ ഷീബ, നീയൊന്ന് പോയിട്ട് വാ. ബാബുവേട്ടന് വയ്യാത്തോണ്ടല്ലേ. അപ്പൻ്റെ അടുത്ത് നിന്ന് താക്കോലും മേടിച്ച് നിനക്ക് ഇഷ്ടമുള്ള കമ്മലും വളയും എല്ലാം വാങ്ങിയിട്ട് വന്നാൽ മതി. അമ്മയുടെ നിർബന്ധം കാരണം ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു. റോഡിലൂടെ പോവുകയാണെങ്കിൽ 1/2 കിലോമീറ്റർ ഉണ്ട്. ചെറിയൊരു ഇടവഴിയുണ്ട്. അതിലൂടെ പോയാൽ പെട്ടെന്നെത്തും. പക്ഷേ പെരുന്നാൾ ആയതുകൊണ്ട് അവിടെയെല്ലാം ലൈറ്റും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ അപ്പൻ്റെ അടുത്ത് ചെന്ന് താക്കോലും മേടിച്ച് അപ്പൻ പറഞ്ഞു, മോളെ പെട്ടെന്ന് വേണം, ധ്യാനം കഴിയാറായി. വീട്ടിൽ ചെന്നിട്ട് ബാബുവിനോട് പെട്ടെന്ന് വരാൻ പറയണം. അപ്പൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് വളയും മാലയും ഒന്നും മേടിക്കാൻ ഞാൻ നിന്നില്ല. പെട്ടെന്നങ്ങ് വീട്ടിലേക്ക് പോയി. കറികൾ എത്താൻ വൈകിയാൽ പിന്നെ ഞാൻ അപ്പൻ്റെ അടുത്ത് നിന്ന് നല്ല വഴക്ക് കേൾക്കേണ്ടി വരും. പൈസ കയ്യിലിരിക്കുകയല്ലേ, നാളെ പകല് വന്ന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ മേടിക്കാം. അപ്പോൾ ഇത്ര തിരക്കും ഉണ്ടാവില്ല. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ മുറ്റത്ത് ലൈറ്റില്ല. വീടിന്റെ ഉള്ളിൽ ചെറിയൊരു വെട്ടമുണ്ട്. ഞാൻ വിചാരിച്ചു ബാബുവേട്ടൻ പോയോ. ഞാൻ ചുറ്റുപാടും ഒന്ന് നോക്കി. വീടിന്റെ ഒരു വശത്ത് നല്ല ഇരുട്ടുള്ള സ്ഥലത്ത് ഓട്ടോ കിടപ്പുണ്ട്. ബാബുവേട്ടൻ പോയിട്ടില്ല. ഞാൻ മുൻവാതിൽ തുറക്കാൻ നോക്കി. അത് ഉള്ളിൽ നിന്നും കുറ്റിയിട്ടേക്കുവാണ്. ഞാൻ അമ്മയെ വിളിച്ചില്ല. ഞാൻ പതിയെ വീടിന്റെ പുറകുവശത്തേക്ക് പോയി. എൻ്റെ മനസ്സിൽ ചില സംശയങ്ങൾ വന്നു. ബാബുവേട്ടൻ ഇനിയിപ്പോൾ മനഃപൂർവ്വം അപ്പൻ്റെ അടുത്തുനിന്ന് താക്കോൽ മേടിക്കാതെ പോകുന്നതാണോ? അപ്പൻ്റെ അടുത്തുനിന്ന് താക്കോൽ വാങ്ങിയിട്ട് വരാൻ അമ്മ എന്നെ ഒരുപാട് നിർബന്ധിക്കുകയും ചെയ്തു. അങ്ങനെ പല പല ചിന്തകൾ മനസ്സിലൂടെ കടന്നുപോയി. ഞാൻ പുറകുവശത്തെ കതകിൻ്റെ അടുത്തെത്തി. ഞാൻ പതിയെ ഒന്ന് തള്ളി നോക്കി. അത് കുറ്റിയിട്ടിട്ടില്ലായിരുന്നു. ഞാൻ പതിയെ അകത്തേക്ക് കയറി. അമ്മയുടെ റൂമിൽ വെട്ടമുണ്ട്. ഞാനാണെങ്കിൽ ഒരു പൂച്ചയെപ്പോലെ പതുങ്ങി അവിടേക്ക് നടന്നു. കതക് ചേർത്തടച്ചിട്ടില്ല. ഞാൻ പതിയെ കതവിന്റെ വിടവിലൂടെ ഉള്ളിലേക്ക് നോക്കി. വരാൽ കുളത്തിലേക്ക് ഇറങ്ങുന്നു. അമ്മയുടെ വേറൊരു മുഖം ഞാൻ കണ്ടു. ഞാൻ അവിടെ തന്നെ കുറെ നേരം നിന്നു. സമയങ്ങൾ അങ്ങനെ കടന്നുപോയി. പെട്ടെന്നാണ് പുറത്ത് വാതിൽ ആരോ മുട്ടി വിളിക്കുന്ന സൗണ്ട് കേട്ടത്. അപ്പനാണ്. പള്ളിയിൽ കറിയെത്താൻ താമസിച്ചതുകൊണ്ട് അപ്പൻ വീട്ടിലേക്ക് വന്നതാണ്. അപ്പൻ്റെ വിളി കേട്ട് എല്ലാവരും ഞെട്ടി. അമ്മ പുറത്തേക്ക് വന്നു. അപ്പോഴാണ് അമ്മ എന്നെ കാണുന്നത്. അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു.
പെട്ടെന്ന് പെട്ടെന്ന് അമ്മ എൻ്റെ കൈ പിടിച്ച് മുറിയിലേക്ക് കയറ്റി. എന്നിട്ട് അമ്മ പുറത്തിറങ്ങി കതക് പുറത്തു നിന്ന് കുറ്റിയിട്ടു. ഇപ്പോൾ അമ്മ മാത്രമാണ് പുറത്തുള്ളത്. അമ്മ കതക് തുറന്നു കൊടുത്തു. അപ്പനും 2-3 പള്ളിക്കാരും ഉള്ളിലേക്ക് കയറി വന്നു. ബാബു എവിടെ? അവൻ ഇതുവരെ പള്ളിയിൽ വന്നില്ലല്ലോ. അവർ അവർ മുറിയിലുണ്ട്. നിങ്ങൾ ഒച്ചയൊന്നും ഉണ്ടാക്കരുത്. ഓഹോ, നീ കാവൽ നിൽക്കുകയായിരുന്നു. അപ്പൻ അമ്മയോട് ദേഷ്യപ്പെട്ടു. അയ്യോ അല്ല, ഞാൻ നിങ്ങളെ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു. അമ്മയെല്ലാം നേരെ തിരിച്ചു പറഞ്ഞു. അപ്പൻ ഡോർ തുറന്ന് ഉള്ളിലേക്ക് കയറി വന്നു. ബാബുവിനെ വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. എൻ്റെ കൂടെ നിന്ന് സ്നേഹം കാണിച്ചത് ഇതിനായിരുന്നോടാ? അലക്സേട്ടാ, ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അടുത്ത വഴി എന്താന്ന് ആലോചിക്ക്. കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു. ഇനി എന്ത് ചെയ്യാനാണ്? ജാതിയും മതവും ഒന്നും നോക്കേണ്ട കാര്യമേ ഇല്ല. ആളെ അവൻ്റെ കൂടെ വിട്. ഇനി എന്ത് നോക്കാനാണ്? അത് തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നതും. ഇനി 2 പേരെയും ഇവിടെ കണ്ടേക്കരുത്. ദേഷ്യത്തോടെ അപ്പൻ ഇറങ്ങിപ്പോയി. ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ തെറ്റുകാരിയായി. കുറച്ചു കഴിഞ്ഞ് അമ്മ റൂമിലേക്ക് കയറി വന്നു. മോളെ, നീ അമ്മയോട് ക്ഷമിക്കണം. അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാനാണ് തോന്നിയത്. അങ്ങനെ ഞങ്ങളുടെ രജിസ്റ്റർ വിവാഹം നടന്നു. ഞാൻ ബാബുവേട്ടൻ്റെ വീട്ടിലേക്ക് പോയി. ഇപ്പോൾ ബാബുവേട്ടൻ്റെ വീട്ടിൽ കല്യാണിയായി ഞാൻ ജീവിക്കുന്നു.